ഇന്ന് എളുപ്പത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ്, ഒരു സവാള എടുത്ത് ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓണാക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സിയിലൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിനെ ഒരു തവി ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇനി സ്റ്റൗ ഓണാക്കി ഒന്നും കൂടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ തിളക്കട്ടെ. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കണ്ട. ഇനി ഇതിനുള്ള കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.